സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു CS Rockers 2.0. അപ്പോൾ എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. ബിഗ് ബോസ് തന്നെത്താനെ കുഴി വെട്ടിക്കൊണ്ടിരിക്കാൻ തോന്നുന്നു. ആ രീതിയിലാണ് ബിഗ് ബോസ് കൊടുത്തൊരു ടാസ്ക് ബിഗ് ബോസിന് തന്നെ വലിയൊരു പണിയായി മാറിയിട്ടുള്ളത്. ബിഗ് ബോസ് വീട്ടിൽ ടാസ്ക് ഇപ്രകാരമായിരുന്നു. അതായത് നിങ്ങൾ ഗെയിം കളിച്ച് ആരുടെ ലെവലിലാണ് നിങ്ങൾ എത്താൻ ആഗ്രഹിക്കാത്തത്, അതാണ് ടാസ്ക്. അപ്പോൾ എല്ലാവരും വന്ന് അവരവൻ്റെ ആൾക്കാരെ കുറിച്ച് പറയുന്നു. അതുമാത്രമല്ല, നോറ വന്നിട്ടാണ് ഇപ്പോൾ ബിഗ് ബോസിന് തിരിച്ചൊരു വലിയൊരു പണിയായി മാറിയിട്ടുള്ളത്. നോറ വന്ന ഉടനെ പറഞ്ഞത് ജാൻമണിയാണ്. ജാൻമണീൻ്റെ പൊസിഷനിൽ ഞാൻ ജീവൻ പോയാലും എനിക്ക് കളിച്ച് അവിടെ എത്തേണ്ട ആവശ്യമില്ല എന്നൊക്കെയാണ് നോറ പറയുന്നത്. അതൊക്കെ കുഴപ്പമില്ല, ഭയങ്കര ചെറിയ ചൊറിയണ പോലെയാണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ജാൻമണീനെ ഭയങ്കര രീതിയിൽ പ്രൊവോക്ക് ചെയ്യുന്ന പോലെ നോറ കുറച്ച് ഡയലോഗ്സ് പിന്നീട് പറഞ്ഞു. അതാണ് വലിയ പ്രശ്നത്തിലോട്ട് നയിച്ചത്. ജാൻമണി വെറും അലമ്പാണ്. ജാൻമണി ആവശ്യമില്ലാതെ ശാപവാക്കുകൾ ഉപയോഗിക്കുന്നു, 18+ ആയിട്ടുള്ള കോമഡീസ് പറയുന്നു. അതുമാത്രമല്ലാണ്ട് ചില കാര്യങ്ങൾ അലക്കി വെളുപ്പിക്കാൻ നോക്കുന്നു. ജാൻമണിയുടെ പ്രവൃത്തി കൊള്ളില്ല, ഭയങ്കര പൊങ്ങച്ചുള്ള ആളാണ്, മറ്റേത് മറിച്ച്. എനിക്ക് ജീവൻ പോയാലും കളിച്ച് ജാൻമണിയുടെ പൊസിഷൻ മാത്രം എത്തണ്ട. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഞാൻ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് അപ്പം തന്നെ പുറത്തു പോയി, എനിക്ക് അവിടെ എത്തേണ്ട ആവശ്യമില്ല. ജാൻമണി പ്രത്യേകിച്ചും ആവശ്യമില്ലാണ്ട് വേറെ ആൾക്കാരെയൊക്കെ വെറുതെ പ്രൊവോക്ക് ചെയ്ത പേരിൽ ചുമ്മാ അവർ ശാപവാക്കൾ വെച്ച് അവർ നശിപ്പിക്കും, അവർ ഇല്ലാണ്ടാക്കും. ഇങ്ങനെയൊന്നും പറയേണ്ട ഒരു ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ജാൻമണീൻ്റെ പൊസിഷനിൽ എത്തണ്ട എന്ന് കുറേ നീട്ടി വലിച്ച് നോറ പറഞ്ഞ് നിർത്തുന്നുണ്ട്. അങ്ങനെ രാവിലത്തെ മോർണിംഗ് ടാസ്ക് കഴിഞ്ഞ് പിരിഞ്ഞു പോകുന്ന സമയം തന്നെ ജാൻമണി പറഞ്ഞു, നീ എന്നെ ക്യാരക്ടർ അസോസിയേഷൻ അല്ലേ ചെയ്തത്, നീ എൻ്റെ ക്യാരക്ടർ ഇല്ലാണ്ടാക്കുകയല്ലേ ചെയ്തത്, നീ എന്തിനങ്ങനെ ചെയ്തു, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് അടി തുടങ്ങുകയാണ്. നോറയും ഭയങ്കര രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടി, ഭയങ്കര വാക്ക് തർക്കം പോവാണ്. അങ്ങനെ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ ജാൻമണി നോറേനെ അടിക്കാൻ വേണ്ടി അടുത്തെത്തി. അടിച്ചാനിപ്പോൾ ആ സമയത്തേക്കും പെട്ടെന്ന് അപ്സര ഇടയിൽ കയറി വന്ന് ഇങ്ങനെ പിടിച്ചു മാറ്റുകയാണ്. ഇത് കണ്ടിട്ട് ബിഗ് ബോസിന് മനസ്സിലായി ഇതിൽ കുറച്ച് നേരം കൂടി വിട്ടു വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമാവുമെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു, ശാന്തരാകുക, ഇതിനെക്കുറിച്ച് സംസാരിക്കലേ നിർത്തുക എന്ന് പറഞ്ഞു. എന്നിട്ടും അവർ നിർത്താണ്ട് പല അടികൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ഈ പ്രാവശ്യം പുതിയൊരു പണിഷ്മെൻ്റാണ് ഇറക്കിയിട്ടുള്ളത്. ബിഗ് ബോസ് അവരോട് പറഞ്ഞു എല്ലാവരും കൂടെ ലിവിങ് ഏരിയയിൽ വന്ന് അസംബിൾ ആവാൻ പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടെ ലിവിങ് ഏരിയയിൽ വന്ന് അസംബിളായി. എന്നിട്ട് ബിഗ് ബോസ് ഈ പ്രാവശ്യം കൊടുത്ത വെറൈറ്റി പണിഷ്മെൻ്റ് ആട്ടോ. ഇതുവരെ കൊടുത്തിട്ടുണ്ടോയെന്ന് അറിയില്ല. ഇങ്ങനെ പറഞ്ഞാൽ അവിടെ വന്നിട്ട് AC ഒക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ട് ഫുഡൊന്നും കഴിക്കാൻ കൊടുക്കാണ്ട് അങ്ങനെ കുറച്ചേരം ഇരുത്തുകയാണ്. എന്നിട്ട് പറയണോ, നിങ്ങൾക്ക് മിണ്ടാതിരിക്കാനും അറിയാമല്ലേ, നിങ്ങൾക്ക് ഭയങ്കര ചൂടല്ലേ, അതുകൊണ്ട് ഇനി നിങ്ങൾ കുറച്ചും കൂടെ ചൂട് സഹിച്ചോ, ആവശ്യമില്ലാണ്ട് AC ഒക്കെ എന്തിനാണ് ഞാൻ ഇടണേന്നൊക്കെ പറഞ്ഞ് ഒരുമാതിരി ബിഗ് ബോസും നല്ല രീതിയിൽ കലിപ്പിലാണ്. അതുകൊണ്ട് തന്നെയാണ് AC ഒക്കെ ഓഫ് ചെയ്ത് അവർ ചൂടത്ത് വേർതിരിക്കുകയാണ്. അതിനിടയ്ക്ക് ശ്രീരേഖ അവിടെ നിന്ന് പറയുന്നുണ്ട്, ബിഗ് ബോസ് എനിക്ക് വിശന്നിട്ട് വയ്യ, ഞാൻ പോട്ടെ, എനിക്ക് ഭക്ഷണം എടുക്കണം, അങ്ങനെയൊക്കെ പറയണം. പക്ഷേ ബിഗ് ബോസ് വിടുന്നില്ല. ബിഗ് ബോസ് അവിടെ തന്നെ ഇരുത്തിക്കൊണ്ടിരിക്കുകയാണ്, അതും ആ ചൂടത്തിട്ടോ. എന്തായാലും ലാലേട്ടൻ ഈ ആഴ്ച വന്നു കഴിഞ്ഞാൽ എന്തായാലും ഈ വിഷയത്തിനെ കുറിച്ച് ജാൻമണിയോട് സംസാരിക്കാൻ നല്ല ചാൻസസ് ഉണ്ട്. അതല്ലെങ്കിൽ ജാൻമണി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താക്കാനും കൂടുതൽ ചാൻസസ് ഉണ്ട്. എന്താണെങ്കിലും നമുക്ക് കണ്ടു തന്നെ അറിയാട്ടോ. ജാൻമണി കുറച്ച് ദിവസമായിട്ട് ഭയങ്കര മോശമായിട്ടാണ് ബിഗ് ബോസ് വീട്ടിൽ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, ജാൻമണി നോമിനേഷനിൽ വരെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം എന്തായാലും ചിലപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പോകാൻ കൂടുതൽ ചാൻസസ് ഉണ്ട്. എന്തായാലും കണ്ടു തന്നെ അറിയാട്ടോ. അപ്പോൾ ലൈവ് കാണാൻ പറ്റാത്ത കൂട്ടുകാർക്ക് വേണ്ടി ലൈവ് അപ്ഡേറ്റ്സ് അപ്പോൾ ഈ ചാനൽ തരുന്നതായിരിക്കും. അതിനുവേണ്ടി മറക്കാണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുമാത്രമല്ല, വീഡിയോ ഇഷ്ടമായ ലൈക്ക് അടിക്കണേ. ബൈ.